വരുവാനുള്ളവൻ വരും. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 37-ാം വാക്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഈ ലോകത്തിലെ സകല മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനായി കാത്തിരിക്കുന്നവരാണ്. ചിലർ രോഗസൗഖ്യത്തിനായി, ചിലർ പ്രാർത്ഥനയുടെ മറുപടിക്കായി, ചിലർ ഉപജീവന മാർഗങ്ങൾക്കായി, മറ്റു ചിലർ കർത്താവിൻ്റെ വരവിനായി. ഈ കാത്തിരിപ്പിൽ പലപ്പോഴും ക്ഷീണവും മടുപ്പും ഉളവാകാറുണ്ട്. ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ കാത്തിരിപ്പ് കർത്താവിൻ്റെ വരവിനു വേണ്ടിയാണ്. അങ്ങനെയുള്ളവർക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു വചനമാണ് ഇത്. യേശു വേഗം വരും, താമസിക്കുകയില്ല. ദൈവത്തിൻ്റെ സമയം മനുഷ്യരുടെ സമയത്തേക്കാൾ വ്യത്യസ്തമാണ്. നമുക്ക് സമയം വൈകുന്നു എന്ന് തോന്നിയാലും ദൈവം തക്ക സമയത്ത് സകലവും ചെയ്യുന്നു. 2 പത്രോസ് 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് കാണുന്നു. നാം താമസമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഹനവും കരുണയുമാണ്. കാത്തിരിക്കുന്ന സമയത്ത് നാം എന്തു ചെയ്യുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നാം വിശ്വാസത്തിൽ ശക്തിപ്പെടണം. കൂടാതെ എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യം പറയുന്നത് പോലെ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുതയും നമുക്കാവശ്യമാണ്. അതിനാൽ കാത്തിരിപ്പ് ഒരു പരീക്ഷണ കാലം കൂടെയാണ്. അത് വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കുള്ള അവസരമായി മാറണം. ഈ വചനം നമുക്ക് ഉറപ്പ് തരുന്നു, യേശു വേഗം വരും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, നാം എന്തെങ്കിലും വിഷയത്തിനായി കാത്തിരിക്കുന്നെങ്കിൽ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ കാത്തിരിപ്പ് വെറുതെയല്ല. ഇന്ന് മടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. എന്നാൽ വചനത്തിലും ദൈവത്തിലും വിശ്വസിക്കുവാൻ നാം തയ്യാറായാൽ ഒരിക്കലും നാം ലജ്ജിച്ചു പോകുകയില്ല. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകാം. കർത്താവിൽ പ്രത്യാശ വച്ച് നമുക്ക് കാത്തിരിക്കാം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല.